നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന സംഗതിയാണ് മദ്യപാനം. മദ്യപാനം ചെറിയ കുട്ടികൾ വരെ അതിലേക്ക് ആസക്തരാകും. ഇപ്പം നമ്മൾ ഈ ബാറിലൊക്കെ പോകുമ്പോൾ ഹൈസ്കൂളൊക്കെ കഴിയുമ്പോൾ തൊട്ടിട്ട് കുട്ടികൾ വലിയും കാരണമൊന്നുമില്ല. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ദേഷ്യം വന്നാലും അത് മാത്രമല്ല, നമ്മൾ എന്തിനാണ് മദ്യം സൊസൈറ്റിയിൽ മദ്യം നിഷേധിക്കേണ്ട കാര്യമല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമുക്ക് മദ്യമുണ്ട്. ശ്രീകൃഷ്ണൻ മദ്യപിച്ചിരുന്നറിയോ? ഭഗവാൻ കൃഷ്ണൻ മദ്യപിച്ചിരുന്നു. അതിനൊക്കെ വളരെ 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 മുമ്പ്, അതിനൊക്കെ വളരെ മുമ്പാണല്ലോ. കാരണം ദ്വാരകയിൽ ആരും ഇനി വാറ്റാൻ പാടില്ല എന്ന കൃഷ്ണൻ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം മദ്യപാനം കൂടിയിട്ട് ദ്വാരകയിൽ ഒരു കാര്യം ഈ മറ്റേ യാദവരൊക്കെ ഭയങ്കര മദ്യപാനികളായിട്ട് മാറി. അപ്പോൾ ഇനി വീടുകളിൽ മദ്യം വാറ്റരുത് എന്നാൽ അത് വളരെ നിയമം ഉണ്ടാക്കണമെന്നൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ മദ്യം ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി മദ്യം നമ്മുടെ പലപ്പോഴും നമ്മുടെ സംഘർഷങ്ങൾ ഒഴിവാക്കും. ഇതാണ് മദ്യം ചെയ്യുന്നൊരു കഴിയും. കാരണം പെട്ടെന്ന് ഇൻഹിബിഷൻസ് പോകും. നമ്മളൊരു സങ്കടം അങ്ങനെ അമർത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ സങ്കടം പെട്ടെന്ന് പൊട്ടും. പക്ഷെ പൊട്ടിയാൽ ഇതൊരാളുടെ അടുത്ത് നിന്ന് പറയണം, ഒന്ന് കരയണം. എന്ന് വെച്ചാൽ ചിലർ കരയുന്നതാണ്. നമ്മുടെ മദ്യം അങ്ങനെയല്ല. നമ്മൾ മദ്യം അപ്പോൾ അതിന് വേണ്ടുന്നൊരു അളവേ കഴിക്കാമുള്ളൂ. അതിൽ പെട്ടെന്ന് നമുക്ക് ഈസി വരും. നമ്മുടെ ടെൻഷൻസ് കഴിയും. അതിൽ ചെറിയൊരു ആഹ്ലാദം ഉണ്ടാകും. ചിലർക്ക് സ്നേഹം കൂടും. അങ്ങനെയൊക്കെയാണ് മദ്യത്തിൻ്റെ പ്രവർത്തനം. ഇത് നമ്മളങ്ങനെയല്ലോ, തലയ്ക്കൊരു ഒറ്റ അടി അടിച്ചോടെ മദ്യം കഴിക്കുള്ളൂ. ഞാനിപ്പോൾ വരുന്ന വഴി ഇപ്പോൾ ഒരു ഷാപ്പ് ഇങ്ങനെ തുറന്നിരിക്കുന്നു. ഒരു നല്ല ഭംഗിയുള്ള സ്ഥലം, പുഴയുടെ തീരത്താണ്. നമുക്ക് അവിടെ കള്ള് കിട്ടുമെന്ന് നോക്കാം. ഞാൻ നിങ്ങൾ ഇറങ്ങിയിട്ട് ചെത്ത് കള്ള് കിട്ടുമോ എന്ന് ചോദിച്ചു. ചെത്തുകൾ കിട്ടില്ല സാർ, ചെത്തുകൾ ഇവിടെ ആരും ഉപയോഗിക്കില്ല. നല്ല ചെത്തുകൾ ആരും ഉപയോഗിക്കില്ല. കാരണം മറ്റേ ആനമൈക്ക് കളിക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. കാരണം നമുക്ക് വേണ്ടത് തലയ്ക്കൊരു അടി അടിക്കണം, ബോധം ഉണ്ടാവരുത്. അല്ല, പിന്നെ അതുകൂടാണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്കാരെ മൊത്തം ചീത്ത വിളി മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരുപാട് സംഘർഷങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിൽ അറിയാതെ ഒരു ക്രിമിനൽ ജീവിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ പല കുട്ടികളുടെ ഉള്ളിൽ ഒരു ക്രിമിനൽ ജീവിക്കുന്നുണ്ട്. ആ ക്രിമിനലിനെ സമ്മാനിച്ചതിൻ്റെ ഒരു ഉത്തരവാദിത്വം സിനിമയ്ക്കാണ്. അങ്ങനത്തെ സിനിമകളല്ലേ ഭൂരിഭാഗം. നമുക്ക് ആക്ഷൻ സിനിമകളല്ലേ. ആളുകൾ ഇങ്ങനെ തിരുനരം കൊല്ലുക, വണ്ടിയിൽ നിന്ന് വണ്ടി ഡോറ് തുറന്നു വയ്ക്കുക, വെടിവെച്ച് കൊല്ലുക. ഇത് അല്ല, അങ്ങനെ ചെയ്യാം, അതെല്ലാ കലകളിലുണ്ട്. പക്ഷെ ഇതൊരിക്കലും നമ്മളെ ആഹ്ലാദിപ്പിക്കില്ല. ഇതിപ്പോൾ ഒരാളൊരു നായകൻ വന്നിട്ട് കുറേ ആൾക്കാരെ കൊല്ലുമ്പോൾ നമ്മൾ നിശ്ചയമായിട്ടും ഈ കൊല ആഹ്ലാദമാകുന്നൊരു കലയാണ് ഇപ്പോൾ സിനിമ. അത് ഭയങ്കര സാമൂഹ്യ വിരുദ്ധമാണ് ആ സിനിമ. സമൂഹത്തിന് ദോഷകരമായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ഈ ആളുകളുള്ള അറിയാതെ ഒരു അക്രമവാസന, അക്രമത്തെ ആരാധിക്കുന്നൊരു വാസന. നമ്മുടെ നായകന്മാർ, സൂപ്പർ നായകന്മാരൊക്കെ ഇങ്ങനത്തെ ആളുകളാണ് അല്ലേ? ആളുകളെ കൊല്ലുകയും അടിക്കുകയും ചെയ്യുന്ന ആളുകൾ. എന്നിട്ട് വലിയ ആളായി എല്ലാവരും പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നു. നമ്മൾ ആരാധിക്കവരെ. അപ്പം നമ്മൾ ഈ ആരാധനയിലൂടെ നമ്മുടെ ഉള്ളിൽ ഒരു അക്രമിയെയും നമ്മൾ പതുക്കെ ഉണർത്തുകയാണ്. അതുകൊണ്ടാണ് കള്ളു കുടിച്ചാൽ ഉടനെ അപ്പം അടിക്കണം. കണ്ടന അടിച്ചിട്ട് പോയിട്ട് അപ്പം ഉള്ള. പക്ഷെ പണ്ട് കാലത്തും ഈ കള്ളുകൂടി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തൂടെ ഒരാൾ എന്നും വൈകുന്നേരം ഒരു 7 മണി ആവുമ്പോൾ കള്ളു കുടിച്ചിടും. ഭയങ്കര പാട്ടാണ്. കള്ളു കുടിച്ചാൽ അപ്പം തുടങ്ങും പാട്ട് പാടും. പിന്നെ ഇംഗ്ലീഷ് പറയും ഇടയ്ക്കിടയ്ക്ക്. മൂപ്പരെപ്പോഴും പറയുന്നൊരു ഇംഗ്ലീഷ് ഉണ്ട്, AW വാട്ട്. AW വാട്ട്, ഇതാണ് മൂപ്പർ ഇംഗ്ലീഷ്. എന്ത് പറഞ്ഞാലും AW വാട്ട് എന്നൊരു മൂപ്പർ ഈ AW വാട്ട് പറയും. പിന്നെ നല്ല പാട്ട് പാടും. അപ്പോൾ ഈ വരുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ ചായക്കടയിലുള്ള ഉണ്ടംപൊരി, സുഗീൻ, അല്ലെങ്കിൽ പരിപ്പുവട, ഇതൊക്കെ പൊതിയുണ്ടാവും. പിന്നെ ചെറിയ ചില ഈ അന്ന് ഈ അന്തിച്ചന്തകളിലൊക്കെ എല്ലാ സാധനം കിട്ടും. അന്തിച്ചന്തകളിൽ ഇപ്പോൾ നമുക്ക് കുപ്പായങ്ങൾ കിട്ടും, ചെറിയ കുപ്പായങ്ങൾ, ഷഡ്ഡികളൊക്കെ, കുട്ടികൾക്കുള്ള ഷഡ്ഡി, ഇതൊക്കെ വാങ്ങും. പിന്നെ വാങ്ങിക്കൊണ്ടിരുന്നൊരു വീടിന് ഉപദ്രവമായ സാധനം വാങ്ങും, മീൻ. ഈ 7 മണിയാകുമ്പോൾ ഈ ആളുകളൊക്കെ ചന്ത പിരിയും, മീൻ ചിലവാണ്ടിരിക്കും. അപ്പോഴാണ് മൂപ്പര് അടി കഴിഞ്ഞിട്ട് വരുന്നത്, മറ്റടിച്ചിട്ട് വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ മത്തി, ചാള ഇങ്ങനെ കിടക്കണ്ടാവും. അതായത് മൊത്തം. അപ്പോൾ അവർ നിസ്സാര കാശിന് കൊടുക്കുക. 1 രൂപ എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഇത് മുഴുവൻ ചമ്മണമുണ്ട്.
സ്നേഹം കൊണ്ടാ. ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടല്ലോ. രാവിലെ പോകുന്നപ്പോൾ ചീത്ത പറഞ്ഞത് മോളൊക്കെ പിടിച്ച് തല്ലിയിട്ട് അയക്കുമ്പോൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ടാവുക. ഈ തിരിച്ച് ഇവനെ ഒരു കുപ്പി അടിച്ചു കഴിയുമ്പോൾ ഇവൻ്റെ ഉള്ളിൽ സ്നേഹം അങ്ങോട്ട് പൊട്ടി ഒഴുകാണ്. ആ അതുകൊണ്ടാണ് മക്കൾക്ക് അത് വരുമ്പോൾ വീടിൻ്റെ മുറത്തൊക്കെ വരുമ്പോൾ അറിയാം എലിക്കുട്ടിയേ എന്നൊക്കെ വിളിക്കും അല്ലേ, വിളിക്കും. അപ്പം അറിയാം. അപ്പോൾ അവിടെ വരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഭാര്യ ഇവിടെ കഞ്ഞിയും കറിയൊക്കെ വെച്ചിട്ടുണ്ടാവും. മീൻ ഒരു കുന്ന് മീൻ. ഇത് രാത്രി മുഴുവൻ ഈ സ്ത്രീ ഇരുന്ന് അത് ചീഞ്ഞു ഉണങ്ങിയിട്ടുണ്ടാവും. ഇതൊന്നും മൂപ്പിനെ സംഭവിക്കില്ല. അന്ന് അതിൻ്റെ പേരിൽ ചെറിയ ചില്ലറ തന്നെ അങ്ങനെ തട്ടും. അതെ, പക്ഷെ ഒരിക്കലും ഒരു ഭാര്യയും എന്നെ ഇന്നത്തെ കാലത്തെ പോലെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കുന്നു പറയില്ല. അന്ന് ചില തട്ടുമുട്ടൊക്കെ ഉണ്ട്. ചില തട്ടുമുട്ടൊക്കെ മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ട്. ഭാര്യയും ഭർത്താവും കൂടി ഒരടി, ഭാര്യ ഭർത്താവിന് അടി കൊടുത്തു, ഭർത്താവ് ഭാര്യയ്ക്ക് ഒരു അടി. അന്ന് കഴിഞ്ഞു. അത് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എങ്ങനെ അവളെ കൊല്ലാമെന്ന് നമ്മൾ കൊട്ടേഷൻ ഏൽപ്പിക്കുക. അവളുടെ മുമ്പിൽ നമ്മൾ വളരെ ചിരിച്ചിട്ട് ഐ ലവ് യു എന്നൊക്കെ പറയും അല്ലേ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് അറപ്പാ തോന്നുന്നത്.